സംസ്ഥാന കോൺഗ്രസിലെ തർക്കങ്ങൾക്കിടയിൽ നേതാക്കൾ ഡൽഹിയിൽ. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, MP മാർ തുടങ്ങിയവരെയാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. സമ്പൂർണ്ണ പുനഃസംഘടന എന്ന സുനിൽ കനുഗോലു റിപ്പോർട്ട് യോഗം ചർച്ച ചെയ്യും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഇവിടെ 2 ദിവസമായി ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വാർത്ത KPCC പ്രസിഡന്റ് മാറാൻ പോകുന്നു, പുതിയ പ്രസിഡന്റ് എത്തുന്നു എന്നുള്ള തരത്തിലായിരുന്നു വാർത്തകൾ വന്നത്. പക്ഷേ ഈ വാർത്തകളെല്ലാം കോൺഗ്രസ് നേതാക്കൾ നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല, അനാവശ്യമായി മാധ്യമങ്ങൾ ഉയർത്തിവിട്ട ചർച്ചയാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ നേതാക്കളൊക്കെ ഡൽഹിയിലേക്ക് എത്തുന്നു. പ്രതിപക്ഷ നേതാവ്, അതേപോലെ തന്നെ KPCC അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ ഡൽഹിയിലേക്ക് എത്തി കോൺഗ്രസിൻ്റെ പുനഃസംഘടന ചർച്ച ചെയ്യുന്നു. ഏത് നിലയിലായിരിക്കാം സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ ഒരു അഴിച്ചുപണി ഉണ്ടാവുക? ഗൗതം അനന്തനാരായണൻ. വിനോദ്, ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് AICCയിൽ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു യോഗം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വിളിച്ചിട്ടുള്ളത്. ഈ യോഗത്തിലേക്കാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കുന്നതിനായി എത്തുന്നത്. ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മുൻ KPCC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഇതിൽ നേതൃമാറ്റം ഉടൻ വേണം, അതായത് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വലിയ മാറ്റം വേണം, മുഴുവൻ നേതാക്കളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നേതാവിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കണമെന്ന് K സുധാകരനെതിരെ തുറന്നടിച്ചുകൊണ്ട് മുൻ KPCC അധ്യക്ഷൻ ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് കത്ത് എഴുതിയിരിക്കുന്നു. മാത്രമല്ല, ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ താൻ പങ്കെടുക്കത്തില്ല എന്നും ഈ മുല്ലപ്പള്ളി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം K മുരളീധരനെ പോലുള്ള നേതാക്കളും ഇന്നത്തെ യോഗത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. അതായത് നേതൃമാറ്റം ഉടനില്ലാതെ ദേശീയ നേതൃത്വം വിളിക്കുന്ന യോഗങ്ങളിൽ പോലും പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് K മുരളീധരൻ, മുല്ലപ്പള്ളി തുടങ്ങിയവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. K സുധാകരനെ ഉടൻ മാറ്റി ഒരു സമ്പൂർണമായ പുനഃസംഘടന അത് KPCCയിലും ഒപ്പം DCCയിലും വളരെ വേഗത്തിൽ തന്നെ നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും അതുപോലെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കടക്കണം എന്ന നിലപാടാണ് ഭൂരിപക്ഷം നേതാക്കൾക്കുമുള്ളത്. അതിനിടെ PJ കുര്യനെ പോലുള്ള നേതാക്കൾ ശശി തരൂരിനെ വിമർശിച്ച് ഇപ്പോൾ രംഗത്തെത്തി. അല്പസമയം മുമ്പ് ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട PJ കുര്യൻ ശശി തരൂരിനെ രൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചത്. ഇംഗ്ലീഷ് അറിയാവുന്ന കരുതി ഒരു നേതാവ് ഗ്രൗണ്ട് നേതാവ് ആകുന്നില്ല എന്ന വിമർശനം ശശി തരൂരിനെതിരെ പരസ്യമായി തന്നെ PJ കുര്യൻ ഉയർത്തുകയായിരുന്നു. ശശി തരൂർ ഒരു ഗ്രൗണ്ട് നേതാവല്ല, ഇംഗ്ലീഷ് അറിയുന്നതല്ല ഒരു നേതാവിന്റെ അടിസ്ഥാനപരമായ യോഗ്യത എന്നതായിരുന്നു PJ കുര്യന്റെ വിമർശനം. ആദ്യം സംസാരിച്ച മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഏതാണ്ട് സമാനമായ രീതിയിൽ തരൂരിനെതിരെ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. എന്തായാലും ഇന്നിപ്പോൾ വൈകിട്ട് ഈ യോഗം നടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ നേതാക്കൾ പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഇത് വലിയ തലവേദനയായി കേരളത്തിലെ ഗ്രൂപ്പിസം മാറുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ നേതാക്കൾ പരസ്പരം വിമർശിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രസ്താവനകൾ. വിനോദ്, തീർച്ചയായും കോൺഗ്രസിലെ നേതാക്കൾ തമ്മിൽ പരസ്പരം വിഴുപ്പലക്കലുകൾ നടക്കുന്നതിനിടെ കോൺഗ്രസിൻ്റെ AICC കോൺഗ്രസ് നേതാക്കളെ കൂടുതൽ ചർച്ചയ്ക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.